ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കേക്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 1/2 കപ്പ് കോക്കനട്ട് എടുക്കുക, ചിരകിയത്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ആ ക്രഷ് ചെയ്ത തേങ്ങ ഒരു പാനിലിട്ടിട്ട് ആ തേങ്ങയുടെ നനവ് ഉണ്ടാവത്തില്ലേ, അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. കൂടുതൽ കളർ ചേഞ്ച് ആവരുത്, ഈ വൈറ്റ് കളറിൽ തന്നെ ഇരിക്കണം. ജസ്റ്റ് ഒന്ന് ആ നനവ് ഒന്ന് നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം, അത്രേ ഉള്ളൂ ഈ ഒരു പരുവത്തിൽ. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ഇട്ട് കൊടുക്കാം. എത്ര ഇട്ട് കൊടുക്കും അത്രയും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് ചേർത്തത് പൊടിച്ച പഞ്ചസാരയാണ്, ഒരു 120 ഗ്രാം. കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റർ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്രീമി പരുവത്തിലായി കിട്ടും. പിന്നെ അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു മുട്ട ചേർത്ത് കൊടുക്കുക, പിന്നെ അടുത്ത മുട്ട ചേർത്ത് കൊടുക്കുക. ഓരോന്ന് വീതം ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കുക. മുട്ടയും പിന്നെ നേരത്തെ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ബീറ്റായി കഴിഞ്ഞാൽ നമുക്കൊരു 120 ഗ്രാം മൈദയും അതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് അരിച്ചെടുക്കാം. പിന്നെ അത് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ആൻഡ് ഒരു സീക്രട്ട് പറയട്ടെ, ഇതെൻ്റെ റെസിപ്പിയല്ല, എൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇനി അതിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ച കോക്കനട്ട്, ഇതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഈ കോക്കനട്ടും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം, കുറച്ച് ബാക്കി വെക്കണം കേട്ടോ. ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക, അതൊന്ന് ജസ്റ്റ് ഗ്രീസ് ചെയ്യുക. നെയ്യ് വെച്ചോ ബട്ടർ വെച്ചോ ഗ്രീസ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ആക്കി വെച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആ ബാറ്റർ ഒന്ന് ജസ്റ്റ് സ്പാച്ചുല വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ബാക്കി വെച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് ഓവനിൽ വെക്കാം. ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ബേക്കായി കിട്ടും. ഇനി ഓവൻ ഇല്ലാത്തവർക്ക് അത് സ്റ്റൗവിലാണെങ്കിലും കുക്ക് ചെയ്തെടുക്കാം. സ്റ്റൗവിലാണെങ്കിൽ നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഈ ബാറ്റർ ഒഴിച്ചിട്ട് ഇതേപോലെ ഫ്ലെയിം ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 20 to 25 മിനിറ്റ്സ് വെച്ചാൽ മതി. ഇടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ 25 മിനിറ്റ്സ് വെച്ചപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചുകൂടെ നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേക്ക് റെഡിയായി. നമ്മൾ നോർമലി ചായയുടെ കൂടെ ടീ കേക്കൊക്കെ വാങ്ങി കഴിക്കാറുണ്ട്. ഇത് അതിലും ടേസ്റ്റാണ്, ഗീയും ബട്ടറൊക്കെ ഇട്ടുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഫ് യു എൻജോയ് മൈ ചാനൽ, പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു.